നമസ്കാരം. ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കുമ്മനം പത്തിൽ കോളനി ഭാഗത്താണ്. ഇവിടെ ഏകദേശം ഒരു മാസക്കാലമായിട്ട് ചില സാമൂഹ്യ വിരുദ്ധർ ഈ നാട്ടുകാരുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വീടുകൾക്ക് നേരെ കല്ലെറിയുന്നു, ടെറസിന് മുകളിൽ കയറുന്നു. അങ്ങനെ അത്തരത്തിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ നാട്ടുകാർക്ക് സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ നാട്ടുകാർ തന്നെ ഈ ഒരു വിഷയത്തിൽ നമ്മോട് പ്രതികരിക്കാൻ ഒപ്പം എത്തിയിട്ടുണ്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഒരു മാസമായിട്ട് ഇവിടെ പറയുന്നത് കേൾക്കായിരുന്നു. ഞാൻ ഇപ്പൊ വരുമ്പം താമസിക്കുവാ. കുറേ ദിവസങ്ങളായിട്ട് ഇത് കേൾക്കുന്നുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഇവിടെ ഈ പറമ്പ് മുഴുവൻ ആൾക്കാരായിട്ട് ഓടിച്ച് ആളെ കാണുന്ന ജസ്റ്റ് ഓടിക്കുക ആളെ കാണുന്നുമില്ല. അങ്ങനെ കുറേ മിനിഞ്ഞാന്ന് ഇവിടെ ഒരു വീട്ടിൽ കയറിയെന്ന് പറയുന്നു. ഇന്നലെ അത് തന്നെ അമ്പലത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാനൊരു 11:30 വീട്ടിൽ വന്ന് ക്ഷീണം കൊണ്ട് ഉറങ്ങിയപ്പോൾ ഈ വീട്ടിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ അമ്മേ എന്ന് പറഞ്ഞ ഒച്ച കേട്ട് പടക്കപ്പെടാവുന്ന കല്ലിന്റെ ഒച്ചയും കേട്ട് വീടിനോട് കൊട്ടുന്ന ഒച്ചയും കേട്ട്. അപ്പോൾ ഒറ്റയ്ക്ക് ഞാൻ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ആരും വിളിച്ചാലും കഥ തുറക്കില്ല നമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട്ടുകാരെ വിളിച്ച് നോക്കുമ്പോൾ ഇവിടെ മുഴുവൻ ലൈറ്റ് ആള് കൂടിയപ്പോൾ ഞാൻ വെളിയിൽ ഇറങ്ങി വന്നപ്പം ഇവിടുത്തെ കൊച്ചും മോളും അവർ കെട്ടിയവനും കൂടെ ഭയങ്കര കരച്ചില്. ഇവരെ വീടിനോട്ട് കല്ല് എറിഞ്ഞെന്ന് പറയും. ഇവരുടെ വീട്ടിലും ഭയങ്കര കരച്ചില്. പിന്നെ ഞങ്ങൾ ഇവിടെ ആൾക്കാരെല്ലാം കൂടി പോലീസിനെ വിളിച്ച് വരുത്തിച്ച് പറമ്പിലെല്ലാം പോയി തപ്പി തിരിച്ചു വരുമായിരുന്നു. പിന്നെ ഒരു 2 മണി 3 മണിയൊക്കെ ആയപ്പം തപ്പി മടുത്ത് ഞങ്ങൾ കയറി കിടക്കുകയും ചെയ്തു. ബാക്കിയുള്ളത് ഇവർ നാട്ടുകാരാണ്, ഇവർ പറഞ്ഞു. ഇപ്പൊ ഏകദേശം ഒരു മാസക്കാലമായല്ലോ ഒരു മാസം എന്ന് പറയാൻ ഒന്ന് ഒരു വീട്ടിൽ കയറി കഴിഞ്ഞാൽ ആ വീട്ടിൽ തൊട്ട് വീട്ടിൽ അപ്പുറത്തെ ആ വീട്ടിൽ കയറും. ആ സമയം അടുത്ത ദിവസം തന്നെ സമയ വ്യത്യാസമുണ്ട്. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഏകദേശം ഏതൊക്കെ സമയങ്ങളിലാണ് ഇന്നലെയൊക്കെ വന്ന 1:30 2 അല്ലാതെ 12 മണി 11:30 10:30 അല്ലാത്ത സമയങ്ങൾ. ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ നാട്ടിൽ ഇത് തന്നെ ചർച്ച. ഒരു മാസമായിട്ട് ഇത് തന്നെ ചർച്ച. വീടിന്റെ ടെറസിന്റെ മേളിൽ കൂടെ ഓടുക, വീടിന്റെ അതേ ചെന്ന് കൊട്ടുക, കല്ലെറിയുക. വേറെ മോഷണങ്ങളോ സംഭവങ്ങളൊന്നും പോകുന്നില്ല. പക്ഷെ ഇതിനൊരു തീരുമാനം ഇത് എന്നാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇതിന്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ എന്നാന്നൊക്കെ അറിയാൻ പറ്റില്ല. പോലീസിന് ഞങ്ങൾ പരാതി കൊടുത്തു. നിലവിലൊരു കള്ളനായിരുന്നു എങ്കിൽ ഇതിനോടകം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള മോഷണങ്ങളൊക്കെ നടത്തേണ്ടത് അല്ലേ? കള്ളനോ ആക്രമിയോ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഏതായാലും കള്ളനല്ല. പിന്നെ എന്താ വെച്ചാൽ ഞരമ്പ് രോഗങ്ങളാണ്. അതുമാണോ എന്ന് പറയാൻ പറ്റത്തില്ല. ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിപ്പം പിടിച്ചാലുള്ളൂ പറയാൻ പറ്റുള്ളൂ. പക്ഷെ നാട്ടുകാർക്ക് ഭയങ്കര ഭീതിയിലാണ്. ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഭയങ്കര ഇത് തന്നെ. ഇപ്പൊ അനുഭവസ്ഥയായ ഒരു അമ്മ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അമ്മ ഇന്നലെ നടന്ന സംഭവം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? അപ്പൊ എന്തൊക്കെയായിരുന്നു ഇന്നലെ? ഇന്നലെ ഒരു 1:30 മണിയൊക്കെ ആയി, പാതിരാത്രിയായി. നല്ല ഉറക്കായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ വന്ന ഒരാളെ കഥകിനായിട്ട് മുട്ടിയപ്പോഴത്തേക്ക് രായ്പി തുറക്കല്ല് കള്ളനാന്ന് പറഞ്ഞു. രായ്പഞ്ഞൻ പറഞ്ഞ കട്ടിലടിയിൽ നിന്ന് വെട്ടിരൂപ എടുക്കാൻ പറഞ്ഞു. രായ്പി വെട്ടിരൂപയും എടുത്ത് ഞാൻ വേറൊരു കമ്പ് എടുത്തുകൊണ്ട് ഇങ്ങനെ വെട്ടാനായിട്ടുള്ള രീതിയിൽ തന്നെ കഥക് തുറന്നു. രായ്പഞ്ഞൻ കഥ തുറക്കുമ്പോൾ ഞങ്ങളുടെ ഒരു അറിയാവുന്ന ഒരു സഹോദരനായിരുന്നു. ആ പുള്ളിയായിരുന്നു പറഞ്ഞു, രായ്പ ഇറങ്ങി പോകണ്ട, അവിടെ മുഴുവൻ ആളാ കള്ളം വന്നെന്ന് പറഞ്ഞു. എന്തൊരു ശല്യമായതെന്ന്, ഞങ്ങൾക്ക് കിടന്ന് ഉറങ്ങണ്ടേ? അതിനൊരു തീരുമാനം ഉണ്ടാകണം. അതാണ് എനിക്ക് ഇന്നലെ വന്നതിന് 3 രാത്രിയിൽ എനിക്ക് ഈ അനുഭവം ഉണ്ടായി. 3 രാത്രി. ഒരു പ്രാവശ്യം ഇവിടെ ഒരാൾ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഉള്ളവർ തന്നെയാണെന്ന്. ഞങ്ങൾ ഇവരുമായിട്ട് വലിയ മിണ്ടവും പറച്ചിലോ ഒന്നും ഇല്ലാത്ത കാരണം നമ്മൾ മൈൻഡ് ചെയ്തില്ല. അപ്പൊ ഒരാൾ ഇവിടെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് പോയി, ചെടി നോക്കുമായിരിക്കും, വെളുക്കുന്നതിന് മുമ്പ് ചെടി നോക്കുന്ന ആണല്ലോ എന്നോർത്ത് ഞാൻ എന്നെ അടുത്ത് വീട്ടിൽ ജോലി ചെയ്യാം. 3:30 10 മിനിറ്റ് കഴിഞ്ഞോണ്ട് ഞങ്ങളുടെ വീടിനോട്ട് ഒറ്റ ഏറ് ഒരു സാധനം. അപ്പൊ ഞാൻ ഓർത്ത് പൂച്ച ഇറങ്ങി. അതെന്റെ അനുഭവം ഞാൻ പറയുന്നത്. പൂച്ചയാന്ന് ഓർത്ത് ഞാൻ മൈൻഡ് ചെയ്തു. അവിടെ നിന്ന് ഞാൻ വണ്ടി എടുത്ത് 5 മണിയായി വണ്ടി എടുത്ത് ഇവിടെ വന്ന് ഇവിടെ നോക്കി പ്രാർത്ഥിച്ച് ചെയ്യാൻ പോകുന്നു. യേശുവിനെ നോക്കി പ്രാർത്ഥിക്കുന്ന ഞായപ്പിയോട്, എൻ്റെ കെട്ടിയവനോട് ഞാൻ പറയാം, ഇവര് എഴുന്നേറ്റിട്ടില്ലല്ലോ, ഞാൻ ഒരാളെ കാണുകയും ചെയ്തല്ലോ എന്ന് ഞാനോട് പറയുകയും ചെയ്തു. എന്നുവെച്ചാൽ ഞാൻ അങ്ങ് ജോലിക്ക് പോകും. ഒരാളാ നല്ല പൊക്കമൊക്കെ ഉണ്ട്, ആവശ്യത്തിനുള്ള ഒരു മനുഷ്യൻ. പക്ഷെ വ്യക്തമായിട്ട് ഞാൻ നോക്കിയില്ല. ലൈറ്റ് ഇട്ടുകൊണ്ട് കല്ലെറിഞ്ഞു വെച്ച് പോയത്. കല്ല എറിഞ്ഞെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായ. പൂച്ചയാടിയെന്ന് ഭയങ്കര ഒരു ഒച്ചയായിരുന്നത്. എന്നിട്ട് ഞാൻ ആരോടും പറയാനും പോയില്ല, ഒന്നും പോയില്ല. പൂച്ച ചാടി, അല്ലെ ഇവരുടെ വീട്ടിൽ ഇവരുടെ ആൾക്കാർ നിൽക്കുന്ന അങ്ങനെ ഒരു രീതി. 3:30 ആയിട്ടുണ്ട്. ചോറും കറിയെല്ലാം വെച്ചിട്ട് വേണം എനിക്ക് ജോലിക്ക് പോകാനായിട്ട്. നമ്മൾ ഈയിടെ കുരിശുപള്ളി ജോലിയായിരുന്നേ. 12:30 ആയപ്പോഴാണ് ഒന്നാമത് അവിടെ നിന്ന് ഉറങ്ങിയിട്ട് 10 മിനിറ്റ് പോലും കിടക്കാൻ പറ്റില്ല. അതിന് മുമ്പ് കള്ളനാന്ന് പറഞ്ഞ് പൂച്ചയും ബഹളവുമായിട്ട് നമുക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. 3 പ്രാവശ്യമായിരിക്കും ഇപ്പൊ. നിലവിൽ പോലീസിൽ പരാതിയൊക്കെ കൊടുത്തിട്ടില്ലേ? ഞങ്ങള് ഇന്നലെ പരാതി കൊടുത്ത് 2 പോലീസ് വന്നു. അവരിങ്ങനെ ടോർച്ചടിച്ച് അങ്ങേയറ്റം വരെ പോയി തിരിച്ചു വന്നു. അല്ലാതെ പരാതിയായിട്ട് കൊടുത്തൊന്നും, പിള്ളേർ പോയായിരുന്നു. ഒരു പരാതി കൊടുത്തിട്ടായിരിക്കുമല്ലോ പോലീസ് വന്നേ. അപ്പോൾ നിലവിൽ ഇത് നിരന്തരം ഒരു ശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ചേച്ചിക്ക് എന്താണ് അനുഭവം ഉണ്ടായത്? അനുഭവം എന്നാന്ന് വെച്ചാൽ രാത്രിയില് ഇപ്പൊ 2 പ്രാവശ്യം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ജോലിക്ക് സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ 2 രാത്രിയിലും ഇവിടെ ബഹളമായിരുന്നു. അന്ന് ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിഞ്ഞ ബുധനാഴ്ച ഉണ്ടായി. അപ്പൊ ഇതുപോലെ ആളെല്ലാം കൂടി ഇതിൽ പറമ്പ് വഴി പിള്ളേരെല്ലാം ഇട്ട് ഓടിച്ച് ഒന്നും ആളെ കാണാൻ പറ്റിയില്ല. അതുപോലെ ഇന്നലെ രാത്രിയിൽ ഒരു 12 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ്
കള്ളം കയറിയെന്നും പറഞ്ഞുകൊണ്ട് ഈ വീടിന്റെ ഭിത്തിക്കിട്ട് കട്ട വെച്ച് എറിഞ്ഞ് ഇതിന്റെ മേളിൽ പൊക്കത്ത് ഇവരെ ടെറസിന്റെ മേളിൽ കുറേ കല്ലെടുത്തെറിഞ്ഞ് പിന്നെ ഒരു അടുത്ത വീട്ടിൽ ചെന്ന് വാതിലെ തട്ടി. അന്നേരം ഞങ്ങൾ പോലീസിനെ ആളെല്ലാം അങ്ങ് കൂടി, കുഞ്ഞു പിള്ളേരടക്കം എല്ലാം എഴുന്നേറ്റു. ആള് കൂടി പോലീസിനെ ചെന്ന് വിളിച്ചോണ്ട് വന്ന് 2 പേര് വന്ന് ഇവിടെ എല്ലാം വന്ന് ഇങ്ങനെ നോക്കിയിട്ട് അവർ പോയി. അവരൊന്നും എന്താണെന്നൊന്നും അഭിപ്രായം ഒന്നും പറയുന്ന പോലും ഇല്ല. കള്ളനാണോ അല്ല വേറെ വല്ലവരും ആണോ ഒന്നും പറയുന്നില്ല. പക്ഷെ ഇതെന്തോ അറിയാവുന്ന ആളായിരിക്കും, അതല്ല ഈ ഏരിയ വിട്ട് പോവാത്തെ. ഒരു സൈഡിൽ ഒരു ദിവസമാണെങ്കിൽ വേറൊരു സൈഡിൽ വേറൊരു ദിവസം. ഇത് ടെറസിന്റെ മേളിൽ കയറുക, പുള്ളിയുടെ മെയിൻ വെളിയിൽ കൂടെ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ മേളിൽ കയറും. പിന്നെ എന്റെ അറിവിൽ ഞാൻ വന്ന് ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പറയുന്നു തുണിയൊക്കെ കീറി ഇടുന്നുണ്ടെന്ന് പറയുന്ന. അയല് തുണി ഇടുന്നത് കീറി ഇടും, ഇട്ടേച്ചങ്ങ് പോവെന്ന്. നല്ല ഡ്രസ്സൊക്കെ ആകുമ്പോൾ അങ്ങ് രണ്ടായിട്ട് വലിച്ച് കീറി ഇട്ടിട്ട് അങ്ങ് പോകുക. അങ്ങനെ ഇത് ആരാന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. നമുക്ക് കണ്ടുപിടിക്കണം, അല്ലാതെ നമുക്ക് പറ്റില്ല. നിങ്ങൾക്ക് ഈ നിരന്തരമായിട്ട് ഇത്ര ശല്യങ്ങൾ ഉണ്ടാകുന്നു, ഇത് എന്നൊരു അവസാനിക്കുമെന്ന് ആ അറിയില്ല. ആരാ എന്താന്ന് നമുക്കൊന്ന് ഇവരുടെ അറിയാം. ഉദ്ദേശവും എന്താണെന്ന് അറിയില്ല അല്ലേ? ഉദ്ദേശം എന്നാ എന്റെ പറഞ്ഞാൽ ഇവർക്കൊരു ഹോബി ആവാം ചിലപ്പം. മനുഷ്യനെ ഒന്ന് ഉറക്കം കളത്തിയിട്ട് അങ്ങനെ ഒരു സമാധാനം കിട്ടുന്ന രീതിയിലാവാം എന്ന് ഞാനിങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. ഇപ്പോ അനുഭവസ്ഥയായ ഒരു ചേച്ചിയുടെ വീട്ടിലായിരുന്നു ഇന്നലെ ഒരു ആക്രമണം നടന്നത്. അതെ അതെ, ഇന്നലെ എന്തായിരുന്നു ഒന്ന് സംഭവം? ഞങ്ങള് കിടന്നായിരുന്നു. അന്നേരത്തേക്ക് ഏകദേശം എത്ര മണിയായിട്ട്? ഒരു മണിയൊക്കെ കഴിഞ്ഞ്. അന്നേരത്തേക്കായിരുന്നു കൊച്ച്. അപ്പൊ ആദ്യം കുപ്പി വെച്ച് ഇങ്ങനെ കതകിനിട്ട് അടിച്ച്. അപ്പം കൊച്ചു പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു മോനെ പൂച്ച വല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കൈ വെച്ചിട്ട് ഈ കതകിനിട്ട് അടിച്ച്. അന്നേരത്തേക്ക് പിന്നെ കൊച്ചു അടുത്തുള്ള ഒരു കൊച്ചിന്റെ കൂട്ടുകാരുടെ ആങ്ങളെ വിളിച്ചപ്പോൾ അവരെ അപ്പനും അമ്മയും കൂടെ ഇങ്ങോട്ട് വന്ന്. ഞങ്ങൾ കാണുന്നില്ല. അതിന് മുമ്പ് അത് കഴിഞ്ഞപ്പോൾ ഉടനെ വലിയ കല്ല് വന്ന് ഷീറ്റിന്റെ മേലോട്ട് വന്ന് വീഴുന്ന ഒച്ചയാണ് കേട്ടത്. അന്നേരത്തേക്ക് പെട്ടെന്ന് അങ്ങ് കാറി ഞങ്ങള് വല്ലാതെ അങ്ങ് പേടിച്ചു പോയി. അന്നേരത്തേക്ക് രാത്രിയില് പ്രതീക്ഷിക്കാതെ ഒരു ആക്രമണം പേടിച്ചു പോയി. എന്നാലും ഇവിടെ എല്ലാവരും എല്ലാവരും വന്ന് ഇവരും എല്ലാം ഓടി ഇറങ്ങി വന്ന് ഇതിന്റെ ഇവരുടെ കഥ കഴിഞ്ഞിട്ടും എല്ലാം ചെന്ന് ഇടിച്ചെന്ന് പറഞ്ഞു. എന്നാലാണ് ഈ കട്ട വെച്ച് അവരുടെ വിരക്കെട്ടുമൊക്കെ എറിഞ്ഞ്. അപ്പൊ നിലവിൽ ഈ ഒരു മാസമായിട്ടും ഈ വ്യക്തിയെ ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് കുപ്പി വെച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. ഇവിടെ മുഴുവൻ ലൈറ്റുമായിട്ടായിരുന്നു, ഓടിക്കുമായിരുന്നു. പക്ഷേ നല്ലതായിട്ട് ഇച്ചിരി പൊക്കമൊക്കെ ഉള്ള ഒരാളാന്നാ പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ പ്രദേശമൊക്കെ നല്ല വ്യക്തമായിട്ട് അറിയാം. ഉറങ്ങാൻ പറ്റുന്നില്ല കുറച്ച് ദിവസങ്ങളായിട്ട്. അതും വെളുക്കപ്പുറ ആകുമ്പോഴാണ് കൂടുതൽ സമയം ഇറങ്ങുന്നത്. അറിയാം. അപ്പൊ എന്തായാലും ഭയങ്കര പേടിയാണ്. പേടിയാന്ന് പറഞ്ഞാൽ ഉറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായെന്ന് പറയാം സത്യം പറഞ്ഞ. ഇപ്പൊ ഈ ഒരു നാടിന്റെ ഈ ഒരു പത്തിൽ കോളനിയുടെ തന്നെ ഒരു വിഷയമായിട്ട് ഒരു പ്രശ്നമായിട്ട് കുമ്മനം പത്തിൽ കോളനി ഭാഗമായിട്ട് ഒരാഴ്ചയായിട്ടുണ്ട്. അതിന് മുമ്പ് അറുപറ ഭാഗത്തായിട്ട് അവിടെ സാബു എന്ന് പറയുന്ന മുൻ പഞ്ചായത്ത് മെമ്പറിന്റെ വീട്ടിൽ പുള്ളി മരിച്ചുപോയി. ആ മരിച്ചു പോയതിന്റെ പിറ്റേ ദിവസം വൈകിട്ട് അവിടെ കയറി വീടിനകത്ത് കസാര എടുത്ത് ദൂരം കളി തുണി വലിച്ചു കീറുക. ഭയങ്കര വിഷയങ്ങളായിട്ട് അവിടുത്തെ വിഷയങ്ങളൊന്ന് ഒതുങ്ങി കഴിഞ്ഞാണ് നേരെ അവിടെ നിന്ന് തുടങ്ങി. ഇപ്പൊ ഇവിടെ 2-3 ദിവസമായിട്ട് ഇവിടെ തന്നെ. ഇപ്പൊ ഈ വ്യക്തിയുള്ള ഈ ഉദ്ദേശം, ഈ അക്രമം നടത്തുന്ന വ്യക്തിയുടെ സ്ഥിരമായിട്ടുള്ള ഒരു മോട്ടീവ് ഇതായിരിക്കാം, എല്ലാവരും ഉറക്കം കെടുത്തുക. ചിലർക്ക് ഇതൊരു ഹാബിറ്റ് ആയിരിക്കും, ചിലർക്ക് ഇത് സൈക്കോ ആയിരിക്കും. എന്തായിരിക്കും അത് പോലീസിനെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതൊരു നാട്ടുകാരുടെ മുഴുവൻ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി നടന്ന ആക്രമണത്തിൽ ഈ ഒരു വീട്ടിലേക്ക് കല്ലെടുത്തെറിയുകയും അതേ തുടർന്ന് ഈ വീടിന്റെ ഭിത്തിയിലുള്ള ടൈല് ഇത്രയും ഭാഗം പൊളിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇപ്പോൾ എന്തായാലും ഈ വീട്ടിലെ അമ്മ നമ്മോട് പ്രതികരിക്കാനായിട്ടുണ്ടായിരുന്നു. അമ്മ, എന്തായിരുന്നു സംഭവം ഇന്നലെ ഒരു 12:30 ആയി കാണും. ഇന്ന് ഞങ്ങളെല്ലാവരും കിടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ്റെ കൊച്ചു മൂത്രം ഒഴിക്കാൻ അന്നേരം അമ്മാമ്മ എഴുന്നേറ്റ് ഈ പെരയുടെ മുകളിൽ ആരാണ്ട് എടുത്ത് വലിച്ചെറിയുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളെ അന്നേരം ഇവിടെ ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടോ. തെരാന്ന് എടുത്ത് എറിഞ്ഞു. ഞങ്ങൾ ഉടനെ ഞാൻ പറഞ്ഞു എന്നിട്ട് ഇവരെഴുന്നേറ്റ് ഇവരുടെ വീട്ടിൽ ചെന്ന് ഒരു കുപ്പി എടുത്ത് ഇങ്ങനെ അടിച്ച്. അത് കഴിഞ്ഞിട്ട് വേണ്ടൊക്കെ എല്ലാം ഷീറ്റെല്ലാം വേണ്ടെല്ലാം എടുത്ത് എറിഞ്ഞ് അവരെല്ലാവരും എഴുന്നേറ്റ്. ഞാൻ പറഞ്ഞു മോനെ നമുക്ക് പുറത്തോട്ട് എഴുതിയാൽ ഞാനും എൻ്റെ മകനും കൂടെ ഇറങ്ങി വരുമ്പോൾ ഇത് തല്ലി പൊട്ടിച്ചിട്ടുണ്ട്. ഈ കല്ല് നേരെ ഇപ്പുറത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഇത് ഇവിടെ കിടപ്പുണ്ട് കല്ല് കണ്ടത്. ഈ കല്ല് ഇത് കൊണ്ടാ പൊട്ടിച്ചിരിക്കുന്നത്, ഈ എറിഞ്ഞ് പൊട്ടിച്ചാ. അതുപോലെ മുകളിൽ ഒരുപാട് ഇതിന്റെ ടൈല് കഷ്ണങ്ങൾ മൊത്തം വലിച്ചെറിഞ്ഞിരിക്കുക. ഞങ്ങൾ എഴുന്നേറ്റ് ഞങ്ങൾ എന്നെ അന്നേരം ഉടനെ പോലീസുകാർ 2 പേരും ഇവിടെ വരുമായിരുന്നു. ഇവിടെ വന്ന് അവരൊന്ന് നോക്കിയേച്ച് പോയതല്ല, അവരൊന്നും ചെയ്തു. ഞങ്ങൾ പിള്ളേരെല്ലാം പേടിച്ച്. ഇതുവരെ ഉണ്ടാകാത്തൊരു സംഭവം ഇന്നലെ വൈകിട്ട് നടന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേടിയായി പേടിയായി. ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഇപ്പം പലരും ഇവിടെ ഇതിലെ പോകുന്നുണ്ട് വരുന്നുണ്ട്. ഞങ്ങൾക്കൊരു ശല്യമായിട്ട് ഇന്നുവരെ ഉണ്ടായില്ല. മറ്റുള്ളവരുടെ ഒക്കെ പുറകെ വഴി ഓടുന്നുണ്ട്. ഇത് ഇന്നലെ ഞങ്ങൾക്ക് വന്ന സംഭവം ഇതാ. ഞങ്ങളുടെ ഇത് എറിഞ്ഞു പൊട്ടിച്ച് അതുപോലെ ഈ കല്ലെടുത്ത് എറിഞ്ഞിട്ട് കല്ല് ഇവിടെ കിടക്കുമായിരുന്നു. ഈ കിടക്കുന്ന കല്ല്
ഈ ഓട് കഷ്ണങ്ങൾ മുഴുവൻ മോളിൽ കിടപ്പുണ്ട്. ആ അവൻ എന്നിട്ട് കൊച്ചു മൂത്ത മകൻ കരച്ച് പറഞ്ഞു ഇത് ആരാ ഇങ്ങനത്തെ കണ്ടത്, ഇതിലെല്ലാം ഓടി ആൾക്കാർ ഇത്തിരി പേര് ഓടി ലൈറ്റും ഒക്കെ ആയിട്ട് അതിലെല്ലാം ഓടി. ആരെയും കണ്ടില്ല, നമ്മളാരെയും കണ്ടില്ല കേട്ടോ, കാണാൻ നമുക്ക് പറയാനൊക്കില്ല. അപ്പോൾ എന്തായാലും നിലവിൽ ഒരു മാസമായിട്ട് ഈ അതിക്രമം നടത്തുന്ന വ്യക്തിയെ കണ്ടെത്താനായിട്ട് ഇതേവരെ സാധിച്ചിട്ടില്ല. നാട്ടുകാർ മുഴുവനും ഒത്തുചേർന്നിട്ടും ഈ വ്യക്തിയെ ഇതേവരെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. നിലവിൽ എന്തായാലും ഇവർ പോലീസിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്നലെ 2 ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഒരു നിരീക്ഷണമൊക്കെ നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആ വ്യക്തിയെ ഇതേവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഓരോ ദിവസം ചെല്ലുന്തോറും ഈ നാട്ടുകാർക്ക് ഉള്ളിൽ ഭയമാണ്. രാത്രിയാകുമ്പോൾ എപ്പോഴാണ്, ഏത് വീട്ടിലേക്കാണ്, എങ്ങനെയാണ് അതിക്രമം ഉണ്ടാകുന്നതെന്നൊന്നും ഇവർക്ക് പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് വളരെ പേടിയോടുകൂടിയാണ്. പ്രായമായവരും കുഞ്ഞു മക്കളും ഒക്കെ ഉള്ള വീടുകളാണ് ഇവിടെ ചുറ്റുമുള്ളത്. ഈ പ്രദേശം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കാം ഇത്തരത്തിൽ ഈ വീടുകൾക്ക് നേരെ അതിക്രമം നടത്തുന്നതെന്ന് തന്നെയാണ് നാട്ടുകാർ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇതിന് എത്രയും വേഗം ഒരു പരിഹാരം കണ്ടെത്തി ആളുകൾക്ക് ഭയപ്പാടില്ലാതെ തന്നെ ജീവിക്കുവാനും കിടന്നുറങ്ങുവാനും സാധിക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പത്തിൽ കോളനി ഭാഗത്തു നിന്ന് ടീം ജാഗ്രത.